നമസ്കാരം. പ്രധാന വാർത്തകൾ. വി പ്രകാശിന്റെ വീട്ടിലെത്തിയ അൻവർ. വോട്ടുറപ്പെന്ന് പ്രതികരണം. വോട്ടഭ്യർത്ഥിച്ചാണ് അൻവർ പ്രകാശിന്റെ വീട്ടിലെത്തിയത്. മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നത് പ്രകാശിന്റെ വീട്ടിലെത്തണമെന്നാണെന്നും താനും പ്രകാശുമൊക്കെ കോളേജിലും യൂത്ത് കോൺഗ്രസിലും KSUവിലുമൊക്കെ ഉണ്ടായിരുന്നവരാണെന്നും സന്ദർശനശേഷം അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ പിന്നീട് ഇപ്പുറത്തേക്ക് മാറി. പഴയകാല സുഹൃത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇവിടെ എത്തി സ്മിതയെയും കുട്ടികളെയും കാണണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാ മനുഷ്യരുടെയും പിന്തുണ തനിക്കുണ്ടാകും. അതിൽ സ്വാഭാവികമായി വി പ്രകാശിന്റെ കുടുംബവും ഉൾപ്പെടുമല്ലോ. കുടുംബവുമായി പണ്ടും നല്ല അടുപ്പത്തിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു. തീരുമാനം ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ ജൂൺ 15 നടത്താനെന്ന് നീറ്റ് PG പരീക്ഷ മാറ്റി. ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് പരീക്ഷ മാറ്റിവെച്ചത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നീറ്റ് PG പരീക്ഷ രാവിലെയും വൈകുന്നേരവുമായി 2 ഷിഫ്റ്റിൽ നടത്താൻ തീരുമാനിച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 2 പരീക്ഷകളാവുമ്പോൾ ചോദ്യങ്ങൾ വ്യത്യസ്തമാകും. വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരം കിട്ടില്ല എന്നായിരുന്നു പരാതി. ഇത്ര പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് സുതാര്യത വേണമെന്നും ഒന്നിച്ചു നടത്തണമെന്നുമായിരുന്നു ഹർജികളിലെ ആവശ്യം. വിവാഹമോചന കേസ്. വാദിക്കാനെത്തിയ അഭിഭാഷകൻ ദമ്പതികളുടെ മകളെ പീഡിപ്പിച്ചു. അന്വേഷണത്തിൽ വീഴ്ച. പോലീസുകാർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകനെതിരായ പോക്സോ കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി T രാജപ്പൻ, കോന്നി SHO P ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി അഭിഭാഷകനും അതിജീവിതയുടെ പിതൃ സഹോദരിയുമാണ് പ്രതികൾ. അഭിഭാഷകന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്. പിതൃ സഹോദരി അറസ്റ്റ് ചെയ്തിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 16-ന് ആറന്മുള പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിജീവിതയുടെ മാതാപിതാക്കളുടെ വിവാഹമോചന കേസ് വാദിക്കാനെത്തിയ അഭിഭാഷകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പരാതി നൽകിയിട്ടും ഗൗരവത്തിലെടുക്കാതിരുന്നതിനാണ് കോന്നി SHOയ്ക്കും ഡിവൈഎസ്പിക്കുമെതിരെ നടപടിയെടുത്തത്. മുനമ്പത്ത് പങ്കാളിയെ വെട്ടിക്കൊന്നു. പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. തൈപ്പറമ്പിൽ വീട്ടിൽ തോമസിന്റെ മകൻ സുരേഷാണ് പങ്കാളിയെ കൊലപ്പെടുത്തിയത്. പനമ്പള്ളി നഗർ സ്വദേശി പ്രീതിയാണ് കൊല്ലപ്പെട്ടത്. എറണാകുളം മുനമ്പം പള്ളിപ്പുറത്താണ് സംഭവം. കൊലപാതകത്തിന് ശേഷം പ്രതി സുരേഷ് മുനമ്പ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. രാത്രി 8:30ഓടെയായിരുന്നു സംഭവം. പ്രീതയ്ക്ക് കഴുത്തിലടക്കം ശരീരത്തിൽ ആഴത്തിൽ കുത്തേറ്റിട്ടുണ്ട്. ആദ്യ ഭാര്യ മരിച്ചതിന് പിന്നാലെയാണ് സുരേഷ് പ്രീതയ്ക്കൊപ്പം താമസിക്കാൻ തുടങ്ങിയത്. സംശയമാണ് പ്രീതയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് പരുങ്ങി. ഇതര സംസ്ഥാന തൊഴിലാളി 2 കിലോ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിൽ. ബംഗാൾ സ്വദേശിയായ യൂസഫിനെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മാവേലിക്കര പോലീസും ചേർന്ന് മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് പിടികൂടിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് മാസങ്ങളായി നിരീക്ഷണം നടത്തി വരികയായിരുന്നു. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ CI ശ്രീജിത്ത്, SI-മാരായ നൌഷാദ്, ഉദയകുമാർ, ASI ശ്രീകുമാർ, CPO-മാരായ ഷെജീർ, റുക്സർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്.